നാം ഇപ്പോൾ രഥത്തിൻ്റെ വേഗതയിൽ നിന്നും ദ ചാരിയറ്റ് കുറച്ചുകൂടി ശാന്തവും എന്നാൽ അത്യന്തം ആഴമേറിയതുമായ ഒരു ഊർജത്തിലേക്ക് പ്രവേശിക്കുന്നു. 8-ാം നമ്പർ കാർഡായ ദ സ്ട്രെങ്ത്. സാധാരണഗതിയിൽ ശക്തി എന്നാൽ നാം കരുതുന്നത് ശാരീരിക ബലമോ അധികാരമോ ആണ്. എന്നാൽ ഈ കാർഡ് നമുക്ക് നൽകുന്ന പാഠം ആത്മബലം, ഇന്നർ സ്ട്രെങ്ത് എന്നതാണ്. മൃഗീയമായ വാസനകളെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും എങ്ങനെ കീഴടക്കാം എന്നിത് കാണിച്ചു തരുന്നു. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. സ്ത്രീയും സിംഹവും. ഒരു യുവതി അതിശക്തനായൊരു സിംഹത്തിൻ്റെ വായ മൃദുവായി തലോടുന്നു. സിംഹം ഇവിടെ നമ്മുടെ ഉള്ളിലെ ഭയം, ക്രോധം, കാമം തുടങ്ങിയ മൃഗീയ സഹജ വാസനകളുടെ ഇൻസ്റ്റിങ്സ് പ്രതീകമാണ്. അവയെ അടിച്ചമർത്തുകയല്ല, സപ്രഷനല്ല, മറിച്ച് സ്നേഹം കൊണ്ട് മെരിക്കുകയാണ് സബ്ലിമേഷൻ അവൾ ചെയ്യുന്നത്. അനന്തതയുടെ ചിഹ്നം. മെജീഷ്യൻ്റേതുപോലെ ഇവളുടെ തലയ്ക്കു മുകളിലും അനന്തതയുടെ ചിഹ്നമുണ്ട്. ഇത് അവളുടെ ശക്തി ലൗകികമല്ലെന്നും അത് ആത്മീയമായ ഉറവിടത്തിൽ നിന്നാണ് വരുന്നതെന്നും സൂചിപ്പിക്കുന്നു. പൂമാല, ദ ഫ്ലവർ ചെയിൻ. അവൾ സിംഹത്തെ ഒരു പൂമാല കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇരുമ്പു ചങ്ങലയേക്കാൾ ശക്തമാണ് സ്നേഹത്തിൻ്റെ ഈ ചരട് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെളുത്ത വസ്ത്രം. അവളുടെ വസ്ത്രം ആത്മാവിൻ്റെ ശുദ്ധിയെയും പ്യൂരിറ്റി, നിഷ്കളങ്കതയെയും സൂചിപ്പിക്കുന്നു. ഈ ശുദ്ധിയിൽ നിന്നാണ് അവൾക്ക് ഭയമില്ലായ്മ ലഭിക്കുന്നത്. 2. നിറങ്ങളുടെ രഹസ്യം. മഞ്ഞ, യെല്ലോ. പശ്ചാത്തലത്തിലെ തിളങ്ങുന്ന മഞ്ഞ നിറം ശുഭാപ്തി വിശ്വാസത്തെയും ഒപ്റ്റിമിസം, ബുദ്ധിപരമായ തെളിച്ചത്തെയും കാണിക്കുന്നു. ചുവപ്പ്, റെഡ് ഓർ ഓറഞ്ച്. സിംഹത്തിൻ്റെ നിറം തീക്ഷ്ണമായ ആഗ്രഹങ്ങളെയും ശാരീരിക ഊർജത്തെയും പ്രതിനിധീകരിക്കുന്നു. പച്ച, ഗ്രീൻ. അവൾ ധരിച്ചിരിക്കുന്ന പുഷ്പകിരീടവും ചുറ്റുമുള്ള പ്രകൃതിയും വളർച്ചയെയും ശാന്തിയെയും സൂചിപ്പിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾക്ക് മതിയായ കരുത്തുണ്ട്. പക്ഷേ അത് ദേഷ്യം കൊണ്ടല്ല, മറിച്ച് ക്ഷമ കൊണ്ടായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത്. രോഗങ്ങളിൽ നിന്നുള്ള മോചനവും ആരോഗ്യവും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ആത്മീയ തലം. കുണ്ടലിനി ശക്തിയുടെ ഉണർവിനെ ഇത് സൂചിപ്പിക്കുന്നു. മൃഗീയമായ ചക്രങ്ങളിൽ, അതായത് താഴ്ന്ന ചക്രങ്ങളിൽ നിന്നും ആത്മീയമായ ഉന്നതിയിലേക്ക് ഊർജത്തെ മാറ്റുന്ന ഘട്ടമാണിത്. 4. ഗുരുവിൻ്റെ ഉപദേശം. ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, സ്ട്രെങ്ത് നിനക്ക് നൽകുന്ന വലിയ പാഠം അഹിംസയും ക്ഷമയും, നോൺ വയലൻസ് ആൻഡ് പേഷ്യൻസ് എന്നതാണ്. ലോകത്തെ ജയിക്കാൻ പോകുന്നവർ ആദ്യം സ്വന്തം വികാരങ്ങളെ മെരുക്കണം. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. നിന്റെ കോപത്തെ സ്നേഹിക്കുക. ദേഷ്യം വരുമ്പോൾ അതിനോട് പൊരുതരുത്. ഒരു കുഞ്ഞിനെ എന്ന പോലെ ആ വികാരത്തെ സ്നേഹത്തോടെ നിരീക്ഷിക്കുക. അപ്പോൾ അത് തനിയെ ശാന്തമാകും. 2. സഹിഷ്ണുത, ഫോർട്ടിറ്റ്യൂഡ്. പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുക. യഥാർത്ഥ വീരൻ മുറിവേൽപ്പിക്കാത്തവനാണ്, മറിച്ച് മുറിവേറ്റാലും ശാന്തനായിരിക്കുന്നവനാണ്. 3. മൃദുവായ അധികാരം. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ അധികാരമല്ല, മറിച്ച് ദയയാണ് ഉപയോഗിക്കേണ്ടത്. സ്നേഹത്തിന് കീഴടങ്ങാത്തവരായി ആരുമില്ല. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. ഈ കാർഡിൽ സ്ത്രീ സിംഹത്തെ കൊല്ലുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതിനർത്ഥം നമ്മുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കേണ്ടതില്ല എന്നാണ്. ആ ആഗ്രഹങ്ങളുടെ ഊർജം അഥവാ എനർജി ആത്മീയ കാര്യങ്ങൾക്കായി തിരിച്ചുവിടുകയാണ് വേണ്ടത്. കാമത്തെ രാമനാക്കി മാറ്റുക എന്നതാണ് ഇവിടുത്തെ നിഗൂഢമായ തത്വം. അടുത്തതായി ഏകാന്തതയുടെയും ആത്മപരിശോധനയുടെയും സത്യത്തെ തേടിയുള്ള യാത്രയുടെയും പ്രതീകമായ ദ ഹെർമിറ്റ് 9-ാം നമ്പർ കാർഡിലേക്ക് നമുക്ക് കടക്കാം. അവിടെയാണ് നാം നമ്മുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്തുന്നത്.